ഇവിടെ ഫസ്റ്റ് നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ ഇൻവെൻട്രി മാസ്റ്റേഴ്സ് ഇവിടെ ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. ലൊക്കേഷൻ അല്ലെ വെയർ ഹൗസ് അല്ലെങ്കിൽ പ്രോജക്ട്സ് ആയിട്ട് എനിത്തിങ്, അതാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ലൊക്കേഷനിലേക്കാണ് നമ്മൾ ഇൻവെൻട്രി മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആഡ് ന്യൂ കൊടുത്തിട്ട് നമ്പർ, യൂണിക് നമ്പർ കൊടുക്കുക. ഇപ്പോൾ റിഗ് ആണ്, റിഗ് വട്ടവർ നമ്പർ കൊടുക്കുക. ഇനി നമുക്ക് ഇൻവെൻട്രി ഇതിനകത്തേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇൻവെൻട്രി ആദ്യം മൂവ് ചെയ്യണം, ആദ്യം ഇൻവെൻട്രി എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പം ഒരു ഇൻവെൻട്രി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇൻവെൻട്രി മാസ്റ്റേഴ്സ് പോയിട്ട് ഇൻവെൻട്രി ഐറ്റം ഇവിടെ നമ്മൾ ആഡ് ന്യൂ കൊടുത്തിട്ട് ഇൻവെൻട്രി ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡ്രില്ലിംഗ് മെഷീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഈ ഐറ്റം ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ ആണ് ഒരു ഇൻവെൻട്രി നമ്മൾ ഉണ്ടാക്കി, പക്ഷെ ഇതിൽ ഇൻവെൻട്രി ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻ ആക്കണം. ഇപ്പോൾ നമ്മൾ പർച്ചേസ് കൊടുത്താൽ ഇൻവെൻട്രിയിൽ വരും. ഇപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ ഇപ്പോൾ 0 ആണ്, ക്വാണ്ടിറ്റി ഒന്നുമില്ല. അപ്പോൾ നമ്മളൊരു 10 പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ ഇൻവെൻട്രിയിൽ വന്നു, മെയിൻ വെയർഹൗസിൽ വന്നു. ഇവിടെ നമ്മൾ ഹോമിൽ പോയാൽ റിപ്പോർട്ട്സ് ഇപ്പോൾ ഇവിടെ കാണാം. സ്റ്റോക്ക് സമ്മറി ഇവിടെ മെയിൻ വെയർഹൗസിൽ ഈ ഡ്രില്ലിംഗ് മെഷീൻ വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ ഡ്രില്ലിംഗ് മെഷീന് റിഗിലേക്ക് മൂവ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ക്രിയേറ്റ് വൗച്ചർ എടുത്തിട്ട് ജസ്റ്റ് സ്റ്റോക്ക് ട്രാൻസ്ഫർ ആണ്, ഇതെടുത്താൽ മതി, സ്റ്റോക്ക് ട്രാൻസ്ഫർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നമ്മളിപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ ഇപ്പോൾ 10 ഉണ്ട്. ഇപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ലൊക്കേഷൻ ഇവിടെ മെയിൻ വെയർഹൗസ്, ഇവിടുന്ന് നമ്മൾ ഒരു 2 ഒരു പ്രോജക്ട് സൈറ്റിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ പ്രോജക്ട് ഇത് റിഗ് 10 ഇതിലേക്ക് ജസ്റ്റ് ഇതെടുത്തു. ഈ ഐറ്റം ഈ വെയർഹൗസിൽ നിന്ന് 2 ഇതിലേക്ക് ഇപ്പോൾ സബ്മിറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ ഇനി നോക്കിയാൽ റിപ്പോർട്ട്സ് നോക്കിയാൽ ഇങ്ങനെ കാണാം. ഇപ്പോൾ ഇവിടെ ഒരു ഐറ്റം ഉണ്ട്, ഇത് 8 ഇടണം. ഇപ്പം ഇവിടെ വന്നേരം 2 വന്നു. ഇപ്പം ഇതൊന്ന് ഓക്കെ, ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ കൺസ്യൂമബിൾസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിസ്ക് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ വേറൊരു ഐറ്റം ഉണ്ടാക്കാം. ഇപ്പോൾ കട്ടിംഗ് ഡിസ്ക് ആണെന്ന് വിചാരിക്കാം. നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്ത മെയിൻ വെയർഹൗസ് വരും. ഇപ്പോൾ 100 ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്തു. ഇതിവിടെ മെയിൻ വെയർഹൗസിൽ വന്നു. ഇവിടെ കട്ടിംഗ് ഡിസ്ക് 100 ഉണ്ട്. ഇപ്പം നമ്മൾ എന്താ ട്രാൻസ്ഫർ ചെയ്യാണ് ഒരു പ്രൊജക്ട് സൈറ്റിലേക്ക്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് കട്ടിംഗ് ഡിസ്ക് ഫ്രം മെയിൻ വെയർഹൗസിൽ നിന്ന് ഒരു 50 പീസസ് പ്രൊജക്ട് സൈറ്റിലേക്ക് പോയെന്നായിരിക്കാം. ഈ മൾട്ടിപ്പിൾ ഐറ്റം ഉണ്ട് അവിടെ കൊടുക്കുക. കൂടുതൽ ഐറ്റം ഉണ്ടെങ്കിൽ ആഡ് റോ കൊടുത്തിട്ട് ഇപ്പോൾ ഡ്രില്ലിംഗ് മെഷീനോടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ പുതിയ ഇതിലേക്ക് മൂവ് ചെയ്യുന്നത് ഇത്രയും സാധനങ്ങൾ. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോക്ക് സമ്മറി ഇപ്പോൾ ഇവിടെ കിട്ടും. ഇപ്പോൾ ഇവിടെ മെയിൻ വെയർ ഹൗസിൽ അത് കുറഞ്ഞു, ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു, ഇത് കുറഞ്ഞു. 2 സാധനം നമ്മൾ മൂവ് ചെയ്തു ഇതിനകത്തേക്ക്. ഇവിടെ 50 ഇവിടെ 7 ഇനിയിപ്പോൾ ഇത് നമ്മൾ കൺസ്യൂം ചെയ്തു. ഇപ്പോൾ ഈ എന്താ പറയുക, കട്ടിംഗ് ഡിസ്ക് 50 ഉണ്ടല്ലോ, അത്
കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആക്കിയാൽ മതി അവിടെ. ഇവിടെ ക്രിയേറ്റ് വൗച്ചർ പോയിട്ട് സ്റ്റോക്ക് ജേണൽ നമ്മൾ കട്ടിംഗ് ഡിസ്ക്. ഓക്കെ, ഇത് നമ്മൾ ഔട്ടാക്കുക. നമ്മുടെ സ്റ്റോക്ക് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ റിഗ് കൺസ്യൂം ചെയ്ത് പോയി. ഇപ്പോൾ ഒരു 10 കൺസ്യൂം ചെയ്ത് പോയി. ഇപ്പം ജസ്റ്റ് നമ്മൾ പറഞ്ഞ കട്ടിംഗ് ഡിസ്ക് ഈച്ച് ഐറ്റം ഔട്ട് ചെയ്ത് റിഗ് 10 എന്ന്. ഇപ്പോൾ ഇവിടെ പോയി സ്റ്റോക്ക് സമ്മറി നോക്കിയാൽ എങ്ങനെ കാണാം. ഇപ്പം 40 ഉള്ളൂ. ഇവിടെ 10 കൺസ്യൂം ചെയ്ത് പോയി. ഇവിടെ ക്ലിക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഏതൊക്കെ ഇൻവേർട്ട് ഔട്ട്പുട്ട് എല്ലാം കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മൾ മെയിൻ വെയർ ഹൗസിൽ, അതായത് ഇവിടെ പോയിട്ട് റിപ്പോർട്ട്സ് പോയിട്ട് സ്റ്റോക്ക് സമ്മറി താഴെ ക്ലിക്ക് ചെയ്യുക, ലിസ്റ്റ് ഓൾ. അപ്പോൾ ഇവിടെ കാണാം മെയിൻ വെയർ ഹൗസ് നമുക്ക് കട്ടിംഗ് ഡിസ്ക് ഇത്ര ഉണ്ട്, ഡ്രില്ലിംഗ് മെഷീൻ ഇത്ര, ഡിസ്ക് ഇത്ര, ബാക്കിയുള്ള കൺസ്യൂം ചെയ്ത് 50 നമ്മൾ 50 10 കൺസ്യൂം ചെയ്തു. ഇത് ഡ്രില്ലിംഗ് മെഷീൻ ഇത്ര. ഞാൻ പറഞ്ഞ ഒരു ലൊക്കേഷനായിട്ട് കാണിക്കുന്നത്.